സാർ നമസ്കാരം. നമസ്കാരം. ഇന്ന് വാർത്തകളുടെ ബാഹുല്യം തന്നെയാണ്. സാറിന് രാവിലെ സ്റ്റുഡിയോയിൽ കിട്ടാത്തതിൻ്റെ പേരിൽ കുറച്ച് വാർത്തകൾ നമുക്ക് സംയോജിതമായി എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എങ്കിലും നമ്മുടെ ബഹുമാന്യരായ പ്രേക്ഷകർക്ക് വേണ്ടി അപ്ഡേറ്റ്സ് നൽകാൻ വേണ്ടി നമ്മൾ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, മുൻ മന്ത്രിയും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മരുമകനുമായ മുഹമ്മദ് റിയാസ് എന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിണറായി വിജയൻ്റെ മകളുമായ വീണ വിജയനുമായി ബന്ധപ്പെട്ട ചില കേസിൻ്റെ വിവരങ്ങളാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത്. CMRലുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി നടത്തിയ ചില ഇടപാടുകളുടെ ED അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്ത ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പല ഞെട്ടിക്കുന്ന വസ്തുതകളുമാണ് മാധ്യമങ്ങൾ റിയാസിനോട് ചോദിച്ചത്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, കോഴിക്കോട് ആസ്ഥാനമായി വീണ വിജയൻ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രേഖപ്രകാരം അതിപ്പോഴും ഉണ്ട് അവരുടെ പേരിൽ. ലേക്കർ ഇന്ത്യ എന്നാണ് ആ കമ്പനിയുടെ പേര്. താങ്കൾക്ക് അതിലുള്ള പങ്ക് എന്താണ് എന്നാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. അപ്പോൾ മുഹമ്മദ് റിയാസ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുണ്ടായി, എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ അത്തരം ഒരു കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ താങ്കളുടെ ഭാര്യയായ വീണ വിജയൻ്റെ പേരിലാണ് ഈ കമ്പനി രൂപം കൊണ്ടിട്ടുള്ളത്. ഏതാണ്ട് 15.57 ലക്ഷം രൂപ ഇപ്പോഴും ആ കമ്പനിയിലുണ്ട്. അത് ED കണ്ടുകെട്ടിയിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ നിജസ്ഥിതി ആണ് ഞങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. മാത്രമല്ല, ഇപ്പോൾ കോടതിയൊക്കെ ആയി ഇരിക്കുന്ന ഈ കേസിൻ്റെ പേരിൽ, അതായത് കോടതിയിലിരിക്കുന്ന ഈ കേസിൻ്റെ പേരിൽ തുറന്നെന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക സാധ്യമല്ല. വളരെ ദയനീയമായി അദ്ദേഹം മാധ്യമങ്ങളുടെ ക്യാമറകളെയൊക്കെ മാറി മാറി നോക്കിക്കൊണ്ട് എന്നെ വെറുതെ വിടൂ എന്ന മട്ടിലാണ് ഇത്തരം ഒരു മറുപടി പറയുന്നത് കണ്ട്. ഇതിൽ നിന്നും മുഹമ്മദ് റിയാസും ഈ വൈതരണിയിൽ വീണ വിജയനെ കൈവിടുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് മുഹമ്മദ് റിയാസ് ക്രൈമിൻ്റെ ഓഫീസ് തല്ലി തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പല കാര്യങ്ങളിലും കൃത്യമായി തന്നെ സാറ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ ഓരോ വ്യക്തികളും ഇരിക്കുന്ന സ്ഥാനഭേദങ്ങൾ നോക്കാതെ തന്നെ, അല്ലെങ്കിൽ വലിപ്പച്ചെറുപ്പം നോക്കാതെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തോടും ആ വ്യക്തികളോടും സത്യസന്ധമായി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ മുഹമ്മദ് റിയാസിൻ്റെ ഇപ്പോഴത്തെ ഈ മലക്കം മറിച്ചിൽ അഥവാ നിലപാടിൽ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? അതായത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിയായ അബ്ദുൽ ഖാദറിൻ്റെ മകനായ മുഹമ്മദ് റിയാസ്, ആ മുഹമ്മദ് റിയാസ് നേരത്തെ ഒരു കല്യാണം കഴിച്ചു. ആരെയാണ് കല്യാണം കഴിച്ചത്? SFI നേതാവായ ഒരു വനിതയെയാണ് കല്യാണം കഴിച്ചത്. ഡോക്ടറായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് അതിൽ 2 കുട്ടികളുണ്ടായി. കുട്ടികളുണ്ടായ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ വഴിവിട്ട പോക്കുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ച് അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാഭിക്ക് ചവിട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് മുഹമ്മദ് റിയാസ് അവരോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എനിക്ക് പാളയ മാർക്കറ്റിൽ നിന്ന് 50 രൂപയ്ക്ക് എത്ര വേണമെങ്കിലും സുന്ദരികളായ പെൺകുട്ടികൾ കിട്ടും, നിന്നെ ആർക്ക് വേണമടി എന്നാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, അവർ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നൊരു കാര്യമാണ്. എന്നിട്ട് അവരെ ക്രൂരമായി മർദ്ദിച്ച് നിലത്തിട്ട് ചവിട്ടി എന്നൊക്കെയാണ് അവർ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. സ്വന്തം 2 കുട്ടികളെ വഴിക്കിലിട്ട ആ റിയാസ് ഇത്രയും അഹങ്കാരം പിന്നീട് കാണിച്ചത് എന്താ അറിയോ? കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം ലാവ്ലിൻ്റെ രേഖകളും കമല ഇൻഫർമേഷൻ എക്സ്പെർട്ടിംഗ് കമ്പനിയുടെ രേഖകളും കടത്താൻ വേണ്ടി ഗുണ്ടകളോടൊപ്പം വന്ന് ഓഫീസ് കത്തിച്ച് അവിടെ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി. എന്നിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് പിണറായി വിജയൻ അകത്താവുന്ന കാര്യമാണ്. കമല ഇൻഫർമേഷൻ എക്സ്പെർട്ടിംഗ് കമ്പനി ഇല്ല എന്ന് പിണറായി വിജയൻ നാഴിക്ക് 40 വട്ടം പറയുമ്പോൾ അതിൻ്റെ രേഖകളാണ് അതിൽ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട 75 കോടി രൂപയാണ് കനേഡിയൻ കമ്പനി അയച്ചു കൊടുത്ത പണമാണ്. കണ്ണൂരിലെ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വരേണ്ട പണമാണ് കമല ഇൻഫർമേഷൻ എക്സ്പെർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഭാര്യയുടെ പേരിലുള്ള സിംഗപ്പൂരിലുള്ള കമ്പനിയിലേക്ക് വന്നത്. ഈ രേഖ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ പിന്നെ ജീവിച്ചിരുന്നൊരു കാര്യമില്ല, അകത്താണ്. ആ രേഖ വെച്ചിട്ടാണ് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സ്വന്തം ഭാര്യയെയും കുട്ടികളെയൊക്കെ വഴിക്കിലിട്ട് തള്ളിക്കളഞ്ഞ് പിന്നെ സുന്ദരിയായ നമ്മുടെ പിണറായി വിജയന്റെ മകളുടെ പിന്നാലെ പോയത്. അങ്ങനെയാണ് പിണറായി വിജയന് അവസാനം കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വന്നത്. ആദ്യം കല്യാണം കഴിച്ച ഭർത്താവിനെ പുറത്താക്കി, രണ്ടാമത് ലിവിങ് ടുഗദർ ആയിരുന്നു ആർക്കിടെ വീണ വിജയൻ ഉണ്ടാകുന്നത്. അതൊക്കെ അവരുടെ താല്പര്യം.
പക്ഷേ മൂന്നാമത് രണ്ടാമത്തെ ആളെ ഒഴിവാക്കാൻ വേണ്ടി ആരെയാണ് പിന്നെ ഉപയോഗിക്കുന്നത്? നമ്മുടെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന സ്വന്തം ഭാര്യയെ ചവിട്ടി ഇത്ര ഈ വൃത്തികേട് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമില്ലാത്ത ഒരാളെയാണ്. അപ്പോൾ ആദ്യത്തെ ഭാര്യയെ ഒഴിവാക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത, ആദ്യത്തെ ഭാര്യയിലുണ്ടായിരുന്ന സ്വന്തം 2 കുട്ടികളെ ഒഴിവാക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഈ മുഹമ്മദ് റിയാസിന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയതും ഇപ്പോഴത്തെ പിണറായി വിജയന്റെ മകളുമായി ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഷ്ടമാണ്, ഞാൻ രക്ഷപ്പെടുന്നതാണ് നല്ലത്. പിണറായി വിജയൻ കുടുങ്ങാൻ പോവുകയാണ്, അതേപോലെ വീണ വിജയൻ കുടുങ്ങാൻ പോവുകയാണ്, അതേപോലെ വിവേക് തായ്ക്കണ്ടി കുടുങ്ങാൻ പോവുകയാണ്, അതേപോലെ ഭാര്യ കമലയും കുടുങ്ങാൻ പോവുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാനും കൂടി കുടുങ്ങേണ്ടി വരും. അതിനു മുമ്പ് ആ കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നതാണെന്ന് കണ്ട് നല്ലത് എന്ന് മനസ്സിലാക്കി ഒരു ക്യാരക്ടറും ഇല്ലാത്ത നമ്മുടെ റിയാസ് എന്ന് പറഞ്ഞ മറുപടി എന്താ? എനിക്കതൊന്നും അറിയില്ല എന്നാണ്. കാരണം പറഞ്ഞാൽ കുടുങ്ങും. നമുക്കറിയാം, അന്ന് എറണാകുളത്ത് എൻഫോഴ്സ്മെന്റ് റെയ്ഡിന് വീണ വിജയൻ പോകുമ്പോൾ കൂടെ എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് കൂടെ പോകാൻ പോലും ആര് തയ്യാറായില്ല? മുഹമ്മദ് റിയാസ് തയ്യാറായില്ല. അദ്ദേഹത്തിന് കൂടെ പോകാം, കാറിലാക്കിട്ട് പോയി, എന്നിട്ട് അവിടെ പോയി ഇരിക്കാം. അകത്തേ കയറണമെന്നല്ലേ ഉള്ളൂ, ഒരു ധൈര്യത്തിന് അവിടെ ഇരുന്നൂടെ? ആ കാര്യം പോലും ചെയ്യാത്ത മുഹമ്മദ് റിയാസിന്റെ വ്യക്തിത്വം എന്താണെന്ന് വെച്ചാൽ, കാര്യം കഴിഞ്ഞു, ഇനിയിപ്പോൾ നേട്ടമൊന്നുമില്ല, ഇനി ഇവരെയും കൊണ്ട് വിഴുപ്പ് ചുമക്കേണ്ടി വന്നാൽ ആ വിഴുപ്പിന്റെ ദുർഗന്ധം ഞാനും കൂടെ വഹിക്കേണ്ടി വരും, ഇപ്പം തന്നെ രക്ഷപ്പെട്ട് കളയാം, ഇനി കേസിലൊന്നും ഞാൻ കുടുങ്ങാനില്ല എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർത്ത് പറയാൻ പറ്റും. മുഹമ്മദ് റിയാസിന്റെ ജീവിതകഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് യാതൊരു വ്യക്തിത്വമില്ലാത്ത ഒരാളാണ് എന്ന് പറയാൻ പറ്റും. ക്രൈമിന്റെ ഓഫീസ് 2000-ൽ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികൾ ആക്രമിച്ചതല്ല കേട്ടോ, അവർക്ക് അറിയില്ല എന്തിനാണ് ആക്രമിച്ചതെന്നുള്ളത്. അന്നത്തെ ക്രൈമിന്റെ ലക്കത്തിൽ വന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കോഴിക്കോട് ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ച ലക്കം കോഴിക്കോട് ഇറങ്ങിയില്ലായിരുന്നു, തിരുവനന്തപുരത്താണ് ഇറങ്ങിയിരുന്നത്. ഇത് കണ്ട് അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇതിന്റെ പേരിൽ ക്രൈമിന്റെ ഓഫീസ് അടിച്ചു പൊളിച്ചേക്കാമെന്ന് പറഞ്ഞ് കോഴിക്കോടുള്ള മുഹമ്മദ് റിയാസിനെ അറിയിക്കുകയും മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ അവിടെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികളൊന്ന് ഓഫീസ് അടിച്ചു പൊളിക്കുകയും ചെയ്തു. അടിക്കാൻ വന്ന കുട്ടികൾക്ക് അറിയില്ല എന്തിനാ അടിച്ചതെന്നുള്ളത്. പിന്നീട് SFI, അവിടുത്തെ SFIക്കാരാണ് ക്രൈമിനായി വിവരം തന്നിരുന്നത്. അവരെ ക്രൈമിന്റെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, വേറെ എന്തോ സംഭവിച്ചിട്ടാണ് ഞങ്ങൾ അടിച്ചത്, അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഇത് മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ്. അവസാനം ഞാൻ ലോകായുക്തയിൽ പരാതി കൊടുത്ത് കോഴിക്കോട് അബ്ദുൽ ഖാദറും അതേപോലെ മുഹമ്മദ് റിയാസ്, കാരണം പോലീസ് തൊട്ടടുത്തുണ്ടായിട്ട് പോലും അങ്ങോട്ട് വന്നിട്ടില്ല. കെ നാരായണന്റെ ഭരണകാലമായിരുന്നു. മുഹമ്മദ് റിയാസ് ആയിരുന്നു മുഖ്യപ്രതി എന്നുള്ള വിവരം റിപ്പോർട്ട് ലോകായുക്ത പോലീസ് അന്വേഷിച്ച SP പുലികേശ് അന്വേഷിച്ച റിപ്പോർട്ടിൽ വന്നു. അവസാനം എൻ്റെ അടുത്ത് മുഹമ്മദ് റിയാസ് ഒന്ന് കാല് പിടിച്ചു, ദയവായിട്ട് എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ ഭാവി തകർക്കരുത്, പാർട്ടി പറഞ്ഞിട്ട് ഞാൻ ചെയ്താണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുകയും അദ്ദേഹത്തിൻ്റെ ഭാവി നഷ്ടപ്പെടുത്തേണ്ട ഉദ്ദേശത്തിൽ ഞാൻ അദ്ദേഹത്തെ ആ കേസുമായി മുന്നോട്ട് പോയില്ല. അല്ലായിരുന്നെങ്കിൽ അന്നേ മുഹമ്മദ് റിയാസ് ജയിലിൽ പോകേണ്ടതായിരുന്നു. എന്തായാലും മുഹമ്മദ് റിയാസിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മുഹമ്മദ് റിയാസ് ഇനി എന്തായാലും പിണറായി വിജയന്റെ കൂടെ പോകാൻ തയ്യാറല്ല. അടുത്ത വഴി നോക്കി അടുത്ത ഇരയെ തേടി മുഹമ്മദ് റിയാസ് കാലുമാറും. ആദ്യത്തെ ഭാര്യയെ ചവിട്ടിപ്പുറത്തേക്ക് ആ കുട്ടികൾ ഇപ്പോൾ വളർന്ന് മുഹമ്മദ് റിയാസിനോടോളം വളർന്നു വന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വീണയിൽ പ്രത്യേക കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീണയുമായിട്ടുള്ള ഡിവേഴ്സ് അധികം താമസിയാതെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു നിഗമനം ഞാൻ പറയുകയാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തല ഊരാനുള്ള സാമർഥ്യം മുഹമ്മദ് റിയാസിന് നേരത്തെ ഉണ്ട്. അതിന്റെ ഭാഗമാണ് ഇന്ന് എനിക്കിതൊന്നും അറിയില്ല രാമനാരായണ എന്ന് പത്രക്കാരോട് പറഞ്ഞത്.